ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ iWatch സീരീസ് 6 44mm മാസ്റ്റർ ക്രോണായ W26നെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതിനേക്കാൾ കുറച്ചും കൂടി പെർഫോമൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും അധികമുള്ള എന്നാൽ കുറച്ചധികം റേറ്റും കൂടിയ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. iWatch സീരീസ് 6 എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന K8ൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇവിടെ താഴെയായിട്ട് K8 സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്മാർട്ട് വാച്ച് എന്ന് ബാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിറകുവശത്താണെങ്കിൽ ഇതിൻ്റെ കുറച്ച് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. മിലാൻ വാച്ച് ബാൻഡാണ് ഈ ഒരു വാച്ചിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ചെയിൻ വാച്ച് നമുക്ക് എക്സ്ട്രാ ആയി ലഭിക്കും. ഇതിൻ്റെ കൂടുതൽ ഭാഗവും മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വാച്ചിൽ ഫിക്സായി നിൽക്കുകയും എളുപ്പത്തിൽ ഇടാനായിട്ട് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ പിറകുവശത്തുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഈ ഒരു ബാൻഡ് എളുപ്പത്തിൽ വാച്ചിൽ നിന്ന് ഊരിയെടുക്കാനായിട്ടും കഴിയും. ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് സാധാരണ iWatchലൊക്കെ കാണുന്ന ഒരു റൗണ്ട് തന്നെയാണ്. സൂം ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക് അടിക്കാനും വളരെയധികം ഉപകാരപ്പെടും. എനിവേ നമുക്ക് വാച്ച് ഓൺ ചെയ്യാം. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ കേസ് വരുന്നത് അലുമിനിയം അലോയിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് വരുന്നത് 30.8 ഗ്രാമാണ്. ഈ ഒരു വാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചത് ഇതിൻ്റെ വാൾപേപ്പേഴ്സും അതുപോലെ തന്നെ ആപ്സും തീംസും തന്നെയാണ്. ഈ ഒരു വാച്ചിൻ്റെ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ താഴെ ഭാഗത്തുള്ള ബസ്സിലുകളാണ്. അത് കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ ഒരു വാച്ചിലുള്ള ആപ്സ് ഒരു രക്ഷയില്ലാത്ത ആപ്സാണ്. ഒരുപാട് ആപ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. 200 mAh ഹൈ വോളിയം പോളിമറാണ് ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററി വരുന്നത്. നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്ലീപ്പ് മോണിറ്റർ, ഹേർട്ട് റേറ്റ്, പ്രഷർ, അതുപോലെ തന്നെ ECG, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇമ്മ്യൂണിറ്റി എല്ലാം ഈ ഒരു വാച്ചിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 9 apps എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാച്ച് ആകെപ്പാടെ മാറും. ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് നമ്മുടെ വാച്ചിനെ കൊണ്ടുവരാനായിട്ട് കഴിയും. വീണ്ടും ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ സാധാരണഗതിയിൽ സ്മാർട്ട് സ്റ്റൈലിലേക്ക് നമ്മുടെ വാച്ച് മാറും. വാൾപേപ്പേഴ്സിന് പുറമെ തീം മാറ്റാനും നമുക്ക് കഴിയും. അടിപൊളി 3 തീംസാണ് ഇതിലുള്ളത്. ഒന്നാമത്തേത് ബ്ലാക്ക്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു വാട്ടർ ഡ്രോപ്പാണ്, മൂന്നാമത്തേതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ രസമുള്ളത്. സാധാരണ മിക്ക സ്മാർട്ട് ബാൻഡുകളിലും കാണുന്ന എല്ലാത്തരം സ്പോർട്സ് ആക്ടിവിറ്റീസും ഈ ഒരു വാച്ചിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹേർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കലോറി കൗണ്ട് എല്ലാം തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനും സ്റ്റെപ്സ്
എല്ലാം മനസ്സിലാക്കിയെടുക്കാനും കഴിയും. അതുപോലെ വോയിസ് റെക്കോർഡ്, വൈക്കപ്പ് ഗസ്റ്റർ, ഡ്രിങ്ക് റിമൈനിങ്, കൂടാതെ BT മ്യൂസിക്, BT ക്യാമറ എല്ലാം നമ്മുടെ iWatch സീരീസ് 6ലുള്ള മുഴുവൻ ആപ്സും ഈ ഒരു വാച്ചിലും അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ W26 ആ ഒരു വാച്ചിനേക്കാൾ എത്രയോ മടങ്ങ് പെർഫോമൻസ് ഈ ഒരു വാച്ച് കാഴ്ചവെക്കുന്നുണ്ട്. ആ ഒരു വാച്ചിന് റേറ്റ് പറഞ്ഞത് 1800 ആ ഒരു റേഞ്ചിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു വാച്ചിൻ്റെ റേറ്റ് വരുന്നത് 3200 രൂപയാണ്. ആ ഒരു റേഞ്ചിന് ഇത് എത്രയോ ആപ്സും അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ഫീച്ചേഴ്സും ഈ ഒരു വാച്ചിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു ബസ്സിൽ മാത്രമാണ്. അതിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലുണ്ട്. വേറെ ഒരു പ്രശ്നവും ഈ ഒരു വാച്ചിനില്ല. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.